രാജ്യത്തെ കാർഷിക മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ. കർഷകരെ സഹായിക്കാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ കോർപ്പറേറ്റുകളുടെ കോടികളാണ് എഴുതിത്തള്ളുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻഫാം രജത ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവോദാരവൽക്കരണ നയം മൂലം രാജ്യത്തെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. കർഷകർക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് വാരിക്കൂരി നൽകുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രാജ്യത്തെ കർഷകർക്കുണ്ടായിട്ടുള്ളത്. അതിനിടയാക്കുന്നത് കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യാനുള്ള മേച്ചിൽപ്പുറമാക്കി മാറ്റുക. അത്തരമൊരു നിലപാടിൻ്റെ ഭാഗമായാണ് ഈ ദുരിതം കൃഷിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഇൻഫാമിന് വലിയ സഹായമാണ് നൽകിയിട്ടുള്ളതെന്ന് ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടൽ വ്യക്തമാക്കി. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇൻഫാം ആവശ്യപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തു തന്നതിന് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സഹായങ്ങൾക്ക് പ്രത്യേകമായും നന്ദി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മൾ സർക്കാരിൻ്റെ സത്തയിൽ കൊണ്ടുവന്ന തോട്ടം പുരയിടം പ്രശ്നം പരിഹരിക്കുന്നതിൽ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാണിച്ച ശ്രദ്ധയും അതിൻ്റെ തുടർച്ചയും അതിനുവേണ്ടി എടുത്ത പരിഗണനയും കരുതലും ഞാൻ ഓർക്കുന്നു. താമരശ്ശേരി ബിഷപ്പ് മാർ റബിജിയോസ് ഇഞ്ചനാനിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി വി.എൻ. വാസവൻ, മാർ മാത്യു അറയ്ക്കൽ, ജോസ് കെ മാണി എം.പി, ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം.എൽ.എ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.